ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. ഇനി നമുക്ക് ഏതൊക്കെ എക്സാമുള്ള എക്കണോമിക്സ് ഉണ്ട്, അക്കൗണ്ടൻസി ഉണ്ട്, ബിസിനസ് സ്റ്റഡീസ് ഉണ്ട് അല്ലേ. ഓരോ സബ്ജക്റ്റും 99 രൂപ അടച്ചാൽ നിങ്ങൾക്ക് ഓൺ എക്സാമിന് വേണ്ട പോർഷൻസ് എല്ലാം പഠിപ്പിക്കുന്ന ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് വളരെ കുറച്ച് ക്ലാസ്സുകളേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. ഒരു 3 മണിക്കൂർ ഒരു ദിവസത്തിലാകെ വെറും നിങ്ങൾ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി. ഓൺ എക്സാമിന് വേണ്ട മുഴുവൻ പോർഷൻ ആ 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പഠിപ്പിച്ച് തന്നിരിക്കും. ക്വസ്റ്റ്യൻ ആൻസർ അടക്കമായിട്ട് നിങ്ങൾ പഠിപ്പിച്ച് തരുന്ന ക്ലാസ്സാണ്. 99 രൂപയുള്ളൂ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ 6238917889 എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിൽ ഹായ് +2 99 എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ആ സബ്ജക്റ്റ് കൂടി പറഞ്ഞ്, അതായത് അക്കൗണ്ടൻസി എക്കണോമിക്സ് അത് പറഞ്ഞ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ കിട്ടും കേട്ടോ. ഇപ്പം തന്നെ ജോയിൻ ചെയ്ത് ഇനിയിപ്പോൾ നാളെ എക്കണോമിക്സ് പഠിക്കുന്ന നേരമുണ്ടോ? ഇന്ന് 3 മണിക്കൂർ നിങ്ങളുടെ കയ്യിൽ മാറ്റി വയ്ക്കാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാളത്തേക്കുള്ളത് ഇന്ന് തന്നെ പഠിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രധാനപ്പെട്ട 2 മാർക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് 2 മാർക്കിന് വരാൻ സാധ്യതയുള്ളത്, വിട്ടുകളയാൻ പാടില്ല. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്? എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്? ഗിവ് 2 എക്സാമ്പിൾ. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് വി ക്യാൻ യൂസ് one commodity in place of another, ഒരു ഗുഡിന് പകരം നമുക്ക് മറ്റേ ഗുഡ് യൂസ് ചെയ്യാനും സാധിക്കും. ആൻഡ് ക്യാൻ ഗെറ്റ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ഒരേ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനും നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? അങ്ങനെയുള്ള ഗുഡ്സാണ്. സച്ച് ഗുഡ്സ് ആർ നോൺ ആസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? പെൻ ആൻഡ് പെൻസിൽ. ഒരേ സമയം നമുക്ക് പെൻ അല്ലെങ്കിൽ പേന നമുക്ക് യൂസ് ചെയ്യാൻ ഒരേ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ദെൻ അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് ടീ ആൻഡ് കോഫി. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 18ാമത്തെ എന്ന് പറയാൻ കാരണം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 16 നമ്മൾ എന്ത് ചെയ്തിരുന്നു? മുന്നേ ക്ലാസ്സുകളിൽ ചെയ്തിരുന്നു. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാതെ പഠിക്കാത്തൊരു 1 വേർഡ് ക്വസ്റ്റ്യൻസ് അത് മാത്രം പഠിച്ചാൽ മതിയാകും, അത് പഠിക്കാം. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ഡൗൺ എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിൻ്റെ ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് ഏതാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം. ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ് എന്താ? ഒന്നെന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് അല്ലേ. ഇൻഡിഫറൻസ് കർവ്സ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. രണ്ടാമത്തെ ഫീച്ചർ എന്താണ്? കോൺവെക്സ് ടു ഒറിജിനോട് കോൺവെക്സ് ഷേപ്പിലാണ് ഇത് ഉള്ളത്. ഓക്കെ, ദെൻ ഇനി 19ാമത്തെ ചോദ്യം, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. ഷോർട്ട് റണ്ണും ലോങ് റണ്ണും തമ്മിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷോർട്ട് റണ്ണും ലോങ് റണ്ണും ചോദിക്കുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെ ഒരു ബോക്സ് വരയ്ക്കാം. ബോക്സ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ എന്ത് എഴുതാൻ വേണ്ടിയിട്ട്? ഈ ഷോർട്ട് റൺ എന്താണ്, ലോങ് റൺ എന്താണ് എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാം. ഇവിടെ എഴുതാം ഷോർട്ട് റൺ, ഇത് ലോങ് റൺ. 2 മാർക്കിനല്ല 2 പോയിന്റ് എഴുതിയാൽ മതി. ഷോർട്ട് റണ്ണിൽ എന്താ പ്രത്യേകത? ഷോർട്ട് റണ്ണിൽ സം വേരിയബിൾസ് ആർ അല്ലേ, സം ഫാക്ടേഴ്സ് ആർ വേരിയബിൾ, സം ഫാക്ടേഴ്സ് ആർ ഫിക്സഡ്. ചിലത് ഫിക്സഡ് ആണ്, സം ആർ വേരിയബിൾ. ചിലത് ഫിക്സഡ് ആണ്, ചിലത് വേരിയബിൾ ആണ്. അതേസമയം ലോങ് റണ്ണിലോ ഓൾ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. എല്ലാ ഫാക്ടേഴ്സും നമുക്ക് മാറ്റാൻ പറ്റും. കാരണം എന്താ? നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ സമയമുണ്ട് അല്ലേ. ദെൻ ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആണ് അല്ലേ, ഷോർട്ട് പീരീഡ് ആണ്. ലോങ് റൺ എന്ന് പറഞ്ഞാൽ ലോങ് പീരീഡ് ഓഫ് ടൈം ആണ്. ഓക്കെ, ഷോർട്ട് റണ്ണും ലോങ് റണ്ണും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുമ്പോൾ ഏകദേശം ഇത്രയൊക്കെ എഴുതിയാൽ മതിയാകും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 20ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇതാണ് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നത്. ഇനി 21ാമത്തെ ചോദ്യം നോക്കി, ലിസ്റ്റ് ദ മേജർ സെക്ടേഴ്സ് ഇൻ ആൻ എക്കോണമി അക്കോർഡിംഗ് ടു ദ മാക്രോ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഒരു എക്കോണമിയിലെ 4 സെക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫേംസ് ഉണ്ട്, ഹൗസ് ഹോൾഡ് ഉണ്ട്, ദെൻ ഗവൺമെൻറ് ഉണ്ട്, എക്സ്റ്റേണൽ സെക്ടർ ഉണ്ട്. സിമ്പിളാണല്ലോ, സിമ്പിളാണ് അല്ലേ. ഓക്കെ,
ദെൻ അടുത്തതൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ നിന്നുള്ള ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലം ക്വസ്റ്റ്യൻ നോക്കിയേ, വെൻ ദ പ്രൈസ് ഓഫ് ആപ്പിൾ ഇൻക്രീസ്ഡ് ബൈ 20%, ഇറ്റ്സ് ഡിമാൻഡ് ഇൻക്രീസ്ഡ് ബൈ 30%. സോ നമ്മളോട് കാൽക്കുലേറ്റ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. സിമ്പിൾ ചോദ്യമാണ്. പ്രൈസ് ഇലാസ്റ്റിറ്റിക്കാണ് 2 ഇക്വേഷൻ ഉണ്ട്, അതിൽ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക. ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് ഡിമാൻഡിൽ വന്ന മാറ്റം ഡിവൈഡഡ് ബൈ പ്രൈസിൽ വന്ന മാറ്റം ചെയ്താൽ മതി. ഡിമാൻഡിൽ വന്നിരിക്കുന്ന മാറ്റം ഇവിടെ എത്രയാണ്? ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്ര ഇൻക്രീസ് ആയെന്ന് പറഞ്ഞാൽ 30. സോ 30 ഡിവൈഡഡ് ബൈ പ്രൈസിൽ വന്ന മാറ്റം എത്രയാണ്? അതാ പ്രൈസിൻ്റെ മാറ്റം 20. 30/20. 30 ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1.5 കിട്ടും. സോ ഇതാണ് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി. ഇനി 23ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ ഫ്ലോസ് അക്കോർഡിംഗ് ടു കറസ്പോണ്ടിങ് ടു എ ആൻഡ് ബി. അതായത് എ ആൻഡ് ബിയിലുള്ള ഫ്ലോ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഫിഗറിൽ തന്നെ കാണിച്ചു തരാം. എ നോക്കി, ഇവിടെ നോക്കൂ, ഇവിടെ നോക്കിയേ കണ്ടോ, എ ഫാമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് പോയിരിക്കുന്നു. എപ്പോൾ? അതിന് മുന്നേ ആയിട്ട് ഹൗസ് ഹോൾഡ് ഫേമിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, സ്പെൻഡിങ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസിലേക്ക് അവർ പൈസ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് എന്തായിരിക്കും പോകുന്നത്? ഫേം എന്ത് ചെയ്യും? ഗുഡ്സ് ആൻഡ് സർവീസസ് ഹൗസ് ഹോൾഡിന് കൊടുക്കും. സോ എയിൽ വരുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. അതേപോലെ തന്നെ അടുത്തത് വരുന്നത് ഇവിടെ നോക്കാം, ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക് എന്ത് പോയി എന്നുള്ളതാണ് ബി ചോദിച്ചിരിക്കുന്നത്. ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് ഫാക്ടറിങ്ങും പോയിട്ടുണ്ടെങ്കിൽ ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക് പോയത് എന്തായിരിക്കും? ഹൗസ് ഹോൾഡ് എന്താ ഫേമിന് കൊടുക്കാം? ഫാക്ടർ സർവീസസ് ആയിരിക്കും കൊടുക്കാം. ഈ പിക്ചർ വളരെ പ്രധാനപ്പെട്ടാണ്ടോ, നിർബന്ധമായിട്ട് പഠിക്കണം. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, വളരെ പ്രധാനപ്പെട്ടാണ്, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ദെൻ 24th ക്വസ്റ്റ്യൻ നോക്കിയേ. 24th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്? കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിനെ പറ്റിയിട്ട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്തൊക്കെ എഴുതാം? കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്ന ആരുടേതാണ്? ആൽഫ്രഡ് മാർഷലിൻ്റെതാണ്. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആൽഫ്രഡ് മാർഷലിൻ്റെതാണ്. ദെൻ ഇതിലെന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നത് എന്താണ്? യൂട്ടിലിറ്റി ക്യാൻ ബി കാർഡിനലി മെഷർ. നമുക്ക് യൂട്ടിലിറ്റിയെ നമ്പർ വെച്ചിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നതാണ് പുള്ളിക്കാരൻ ഇതിൽ പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. 2 മാർക്കിലേക്ക് ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഇവിടെ 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, പ്രോബ്ലം ഉണ്ട്, 5 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്, ദെൻ 8 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ ഉടനെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.